കാര്യേ ഡോ അത് ഉരച്ചുറച്ച് ഇല്ലാണ്ടാക്കണ്ടത്. ഒരക്കാണ്ടെങ്ങനെ പഴയ കാലമല്ല മൊയ്തൂക്ക. എന്തേലും അബദ്ധം വന്നാലേ പണി നമുക്ക് കിട്ടും. അല്ല, നിങ്ങൾ ഈ ബലൂൺ ഊതുന്നതിന് മുമ്പേ ഈ അങ്ങാടിയിൽ കച്ചവടം തുടങ്ങിയ ആളാ ഞാൻ. എന്നൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞാ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല മൊയ്തൂക്ക. ഇന്നാളെ നമ്മുടെ മീൻകാരി ശ്യാമളയില്ലേ, ഒരു മോതിരം പണയം വെക്കാൻ വേണ്ടി ഇവിടെ വന്ന്. അറിയണ ആളല്ലേ. ഞാൻ അവര് ചോദിച്ച പൈസ എടുത്തു കൊടുത്തു. അവസാനം നോക്കുമ്പോ എന്താണ്, അത് 1 gram ഗോൾഡ് ആയിരുന്നു. പിന്നെ ശമ്പളത്തിൽ നിന്നാ പൈസ പിടിച്ചു തീർത്തത്. ശ്യാമളന്റെ ശമ്പളത്തിനോ? ശ്യാമളയുടെ അല്ല, ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന്. ഈ ശ്യാമളയുടെ വീട്ടിൽ ഞാൻ പൈസ പോയി. ഓള് വാക്കത്തിരുത്തി എന്റെ പയ്യന്റെ പറഞ്ഞത് രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഓളെ സ്വഭാവമൊക്കെ നാട്ടുകാർക്ക് അറിയണല്ലേ. ആ ഒരു തട്ട് കിട്ടിയ പിന്നെ എത്ര ഉമ്മാനെ കെട്ടിയ വാപ്പയാണെങ്കിലും ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടേ പൈസ കൊടുക്കുള്ളൂ. അല്ല, ബലൂണിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വന്ന് വെക്കണതേ. മൊയ്തുക്കന്റെ എനിക്ക് പിടിക്കാത്ത ഒരു സ്വഭാവം ഇതാണ്, ഒരു വിശ്വാസക്കേട്. നിങ്ങൾ ഇത് കണ്ടോ, ബലൂണ് ഇത് നമ്മളെ കമ്പനി, അതൊരു വിശ്വാസമാണ്. അത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ബലൂണ് ഭയങ്കര ഇഷ്ടമല്ലേ അല്ലേ? ഒറ്റ മിനിറ്റ്, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് കേട്ടോ, കണ്ടോ? നിങ്ങളൊരു വിശ്വാസമല്ലേ ഇത്? ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതന്നല്ലേ, അതെല്ലാം ഒന്നല്ലേ അല്ലേ? കൈ എത്ര നോക്ക്, എനിക്ക് പോയിട്ട് പണിയുണ്ട്. 57,300. 57,300 വെക്കല്ലോ. ഞാനായിട്ട് എപ്പോഴുണ്ട് ഇതെടുത്ത് വെക്കും. കുറച്ച് 500 വെച്ചോ ഉണ്ടെങ്കിൽ. അപ്പൊ ശരി, ഉണ്ണി, നീ വരുന്ന കസ്റ്റമേഴ്സിനോടൊന്ന് മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കണം. നീ ഉള്ള വെളിവുകേടൊന്നും എല്ലാവരോടും വിളിച്ച് പറയരുത്. അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും. അയ്യോ, ഇതൊക്കെ ഇഷ്ടം. ഇഷ്ടക്കുറവിന്റെ അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആ പണയത്തിലിരിക്കുന്ന വലിയ മാലകളുടെ ഓരോ മണി പറിച്ചു വെക്കാൻ പറഞ്ഞിട്ട് നീ വെച്ചാ അതെ, ഈ മണി പറിച്ചു വെച്ചാൽ നമുക്ക് ഇവിടെ മുതലാവില്ല. ഞാൻ പറഞ്ഞത് ഈ 2 എടുത്താലേ മുതലാവൂലൂ. വലിയ മാലയിൽ നിന്ന് എടുത്തിട്ട് എന്താ കൊണ്ട്? ഉണ്ണി, ഈ 2 എടുത്ത് അവിടെ ഗ്യാപ്പ് വരും, ആളുകൾ തിരിച്ചറിയും. അപ്പൊ ഒരു മാലയെന്ന് അറിയാത്തോടത്തുനിന്ന് ഓരോ മണി ഓടിച്ചാ മതി. ഐഡിയയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് പാദസരവും ഈ അരഞ്ഞാണെന്നും ഈ 2 3 എടുത്താൽ കുഴപ്പമില്ല. ആരെങ്കിലും ഇങ്ങനെ കുത്തനെ നോക്കുവോ? മാല നമ്മ ഇങ്ങനെ നോക്കും. അപ്പൊ ഈടുന്ന് എടുത്തു കഴിഞ്ഞാൽ പാദസരം എടുക്കാം. വള്ളി മാത്രം വെച്ചാ കൊളുത്തൊടിയാതെ നോക്കണം. കൊളുത്തെടുത്ത് ഇതിങ്ങനെ മാല ഒന്നാക്കര്. പിന്നെ ഇന്ന് പണയം വെക്കണവരുടെ മണി ഇന്ന് തന്നെ പറിക്കണം, നാളത്തേക്ക് വെക്കരുത്. കാരണം അവര് എടുത്തുകൊണ്ട് പോയാൽ നമുക്കത് കിട്ടൂല. അല്ല, അതല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാ മൊയ്തു കടയിൽ നിന്ന് പരമാവധി മണി പൊട്ടിച്ചെടുത്തിട്ട് വെക്കുന്നത്. ഇതൊക്കെ എന്റെ വേണ്ടപ്പ പാവം. എന്തെങ്കിലും അരി കുടിക്കുക, അല്ലെങ്കിൽ അത് മോശമാണ് നമുക്ക്. അല്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെറുങ്ങനെ ചെയ്യാം.